Hello guys, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ VMware വെച്ചിട്ട് എങ്ങനെ കലി ലിനക്സ് നമുക്ക് നമ്മുടെ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതായത് ഡുവൽ ബൂട്ട് ചെയ്യാതെ എങ്ങനെ നമുക്ക് ജസ്റ്റ് നമ്മുടെ വിൻഡോസിൽ തന്നെ ആയിട്ട് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ പോലെ കലി ലിനക്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആവശ്യമുള്ളത് VMware സോഫ്റ്റ്വെയർ ആണ്. വിർച്വൽ ബോക്സ് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ VMware ആണ് ബിഗിനേഴ്സിന് കുറച്ചും കൂടി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് VMware ആണ്. അതുകൊണ്ടാണ് VMware യൂസ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് VMware എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. ഇത് വർക്ക് സ്റ്റേഷൻ പ്രോയിലേക്കാണ് ഇത് പ്രോയിന്റെ ലിങ്ക് ആണ്. ഓക്കെ, പ്രോ നമുക്ക് എന്താണ് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. ഓക്കെ, ഇത് പേ ചെയ്യേണ്ടി വരും. നമ്മൾ ഒരു എമൗണ്ട് ചെയ്യുമ്പോൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഡൗൺലോഡ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഫ്രീ പ്രൊഡക്ട്സ് പോയാൽ നമുക്ക് വർക്ക് സ്റ്റേഷൻ പ്ലെയർ കിട്ടും. നമുക്കത് ഡൗൺലോഡ് ചെയ്യാം. ഇതാ വിൻഡോസിനുള്ളതും അതുപോലെ ലിനക്സിനുള്ളതുണ്ട്. ഓക്കെ, ഞാൻ ഇത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഹാർഡ് ഡിസ്കിൽ അത് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്കത് ഒന്ന് റൺ ചെയ്യാം. പെർമിഷൻ കൊടുക്കുക. ഓക്കെ, അത് ഇൻസ്റ്റാളേഷൻ ആയിട്ട് റെഡി ആവുന്നുണ്ട്. VMware വർക്ക് സ്റ്റേഷൻ പ്ലെയർ 15.5. വിർച്വൽ ബോക്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഫ്രജൈലാണ്. അത് കുറച്ച് ഒരു ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ബിഗിനേഴ്സിന് കുറച്ച് ടഫായിട്ട് തോന്നും. പക്ഷെ VMware നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് VMwareൽ നമുക്ക് ഏത് OS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് നമുക്കത് നെക്സ്റ്റ് അടിച്ച് അങ്ങനെ ഡിഫോൾട്ട് ചെയ്ത് തന്നെ നെക്സ്റ്റ് അങ്ങനെ പോയാൽ മതി. ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ റിസ്ക് ഉള്ള പരിപാടിയല്ല. ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഡെസ്ക്ടോപ്പ് ഐക്കൺ, സ്റ്റാർട്ട് മെനു, പ്രോഗ്രാം ഫോളോ. ഓക്കെ, അതിൻ്റെ ഡിഫോൾട്ട് രീതിയിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് അടിച്ച് പോയാൽ മതി. ഓക്കെ, അതിപ്പോൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, നമ്മുടെ VMware ഇതാ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഫിനിഷ് അടിച്ചിട്ട് നമുക്ക് VMware നമുക്ക് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇതോടെ നമുക്ക് പ്രോ അല്ലെങ്കിൽ നമുക്ക് പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതോടെ നമുക്ക് ലൈസൻസിന്റെ ഇതോടെ കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മളെ ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനല്ല നമുക്ക് ജസ്റ്റ് കൊമേഴ്ഷ്യൽ യൂസിന് മതി. ജസ്റ്റ് അത് കണ്ടിന്യൂ അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ VMware ഇതാ ഫുൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ കലി ലിനക്സ് അല്ല, നിങ്ങൾക്ക് ഏത് ഉബുണ്ടു ആണോ അതുപോലെ ഏത് OS ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ കലി ലിനക്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കലി ലിനക്സ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കലി ലിനക്സ് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്ക് ഓക്കെ കണക്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓക്കെ ഒഫീഷ്യൽ കലി ലിനക്സ് ഡൗൺലോഡ്സിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള 64 ബിറ്റിനുള്ളതാണെങ്കിൽ അത്, അല്ലെങ്കിൽ 32 ബിറ്റിനുള്ളതാണെങ്കിൽ അത്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാക്സിമം ലൈവ് ഉള്ളത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുക. കാരണം ലൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻഡ്രൈവിൽ ബൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ ലൈവായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി കലി ലിനക്സ് ചാനലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് VMware ആയിട്ടുള്ളൊരു കലി ലിനക്സ് വരുന്നുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ VMware-നായിട്ട് വരുന്നതാണ്. നമ്മൾ വിർച്വൽ ബോക്സിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. വിർച്വൽ ബോക്സിലുള്ളത് VMware-നുള്ളതൊക്കെ ആയിട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി
കലി ലിനക്സ് 64-ബിറ്റിൻ്റെ ഡിവൈസ് ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ല ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹാർഡ് ഡിസ്കിൽ അത് ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ISO ഫയൽസ്. ഓക്കെ, എൻ്റെ 2 കലി ലിനക്സ് ഉണ്ട്. ഒന്ന് കലി ലിനക്സും അതുപോലെ കലി ലിനക്സ് ലൈറ്റ് ഉണ്ട്. നമ്മൾ മാക്സിമം വിർച്വൽ ബോക്സിലൊക്കെ വിർച്വൽ ബോക്സ് അതുപോലെ VMwareലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ലൈറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ നല്ല സിസ്റ്റം, നല്ല ഹൈ കൺഫിഗർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ, കൺഫിഗറേഷനുള്ള സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ വീഡിയോ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ലൈറ്റാണ് ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ലൈറ്റ് ആകുമ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. ഇതിൻ്റെ അത്ര ഫയൽസും കാര്യങ്ങളൊന്നും അതിൽ ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ലൈറ്റിൽ നമ്മൾ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് അതിൽ ആവശ്യമുള്ളതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിക്കാം. ഫസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ന്യൂ വിർച്വൽ മെഷീൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഡിസ്ക് ഓർ ISO ഇൻസ്റ്റാൾ ഡിസ്ക് ഇമേജ് ഫയൽ ഓർ ISO ഈ ഒരു ഓപ്ഷൻ്റെ ഇവിടെ ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ISO ഇമേജ് സെലക്ട് ചെയ്യാം. ഓക്കെ, കലി ലിനക്സ് ലൈറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടിക്കാം. ഇവിടെ നമുക്ക് ലിനക്സ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഞാനിവിടെ ഇത് DBN കൊടുക്കുന്നുണ്ട്. ഞാൻ DBN 8x64 കൊടുക്കുന്നത്. DBN കൊടുക്കുന്നതാണ് ലിനക്സ് യൂസ് ചെയ്യുമ്പോൾ ബെറ്റർ. കാരണം ഇതിൽ ലിനക്സിൻ്റെ ഓപ്ഷൻ നമുക്ക് കലിൻ്റെ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ DBN ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അത് DBN 10x10 or 9 or 8 കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് 8 കൊടുക്കുന്നുണ്ട്. അത് ഏത് കൊടുത്താലും ഓക്കെ. നെക്സ്റ്റ്, പേര് നമുക്ക് DBN ആവശ്യമില്ല, പേര് നമുക്ക് കലിയിൽ തന്നെ കൊടുക്കാം. ഓക്കെ, മാക്സിമം സൈസ് ഡിസ്ക്, ഇവിടെ ഡിസ്ക് സൈസ് നമുക്ക് ഇവിടെ തുറക്കണം. 20 GB ആണ് റെക്കമെൻഡ്. നമ്മൾ റെക്കമെൻഡിലും കൂടുതൽ കൊടുക്കുക, മാക്സിമം കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക. ഞാൻ ജസ്റ്റ് ഒരു 60 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിവിടെ സ്റ്റോർ വിർച്വൽ ഡിസ്ക് സിംഗിൾ ഫയൽ സെലക്ട് ചെയ്യാം. അതാണ് ബെറ്റർ. കാരണം ഇത് നമ്മൾ പെർഫോമൻസ് കുറച്ച് റെഡ്യൂസ് ചെയ്യും. അത് നമുക്കത് ഓൾറെഡി നമ്മൾ വിർച്വൽ ബോക്സ് VMwareലൊക്കെ ഇതാക്കുമ്പോൾ കുറേ റാം യൂസിങ് വരും, റാമും പ്രൊസസ്സറും. അപ്പോൾ ഇത് നമ്മൾ സ്പ്ലിറ്റ് വിർച്വൽ ഡിസ്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അത് സിംഗിൾ ഫയലിൽ നമുക്ക് വിർച്വൽ ഡിസ്ക് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് അടിക്കുക. നമുക്കിവിടെ കസ്റ്റമൈസ് ഹാർഡ് ഡ്രൈവ് പോയിട്ട് നമുക്ക് നമ്മളെ പ്രോസസ്സേഴ്സും കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു 2 പ്രോസസ്സർ കൊടുക്കുന്നുണ്ട്. 2 പ്രോസസ്സർ കൊടുക്കുന്നുണ്ട്. ഒന്ന് മതി. ജസ്റ്റ് നമുക്ക് 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫോമൻസ് കൂടുതലായിട്ട് കിട്ടും. റെക്കമെൻഡ് റാം 2 GB ആണ്. ഓക്കെ, 2 GB ആണ് മതി. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യുക, ഫിനിഷ്. ഓക്കെ, നമ്മളെ കലി ലിനക്സ് നമ്മൾ VMware സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ സാധാ നമ്മൾ ബൂട്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളിത് VMwareൻ്റെ ഉള്ളിൽ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യണം. ജസ്റ്റ് നമുക്കത് പ്ലേ ചെയ്യാം. അപ്പോൾ ഗായ്സ് ഇതാ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് VMware ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കണം. നമുക്ക് റിമൈൻഡ് മീ ലെറ്റർ കൊടുത്തിട്ട് അത് പിന്നെ ചെയ്യാം. നമുക്കിപ്പോൾ അത് വേണ്ടത് ഞാൻ ഇപ്പോൾ ലൈവായിട്ട് ലൈറ്റിൻ്റെ ലൈവ് വെർഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് നമ്മൾ പെൻ ഡ്രൈവിലൊക്കെ ബൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇൻസ്റ്റാൾ ചെയ്യാതെ. അപ്പോൾ ജസ്റ്റ് ഗ്രാഫിക്കൽ ഇൻസ്റ്റാൾ സെലക്ട് ചെയ്യണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഓക്കെ, അതുപോലെ നമ്മളെ കൺട്രി ഇന്ത്യ, അമേരിക്കൻ ഇംഗ്ലീഷാണ് നമ്മൾ കീബോർഡ് യൂസ് ചെയ്യണത്. നമ്മൾ VMwareൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതിൻ്റെ ഒരു പ്രോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു മിനിമം ഒരു 6 GB റാം റെക്കമെൻഡ്, ഒരു 6 GB റാം ഒക്കെ മതി. 4 GB ഒക്കെ വർക്കാവും. പക്ഷെ നല്ലൊരു പെർഫോമൻസിൽ വർക്ക് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 6 GB റാം മതി.
ഓക്കെ, അത് കാര്യങ്ങളൊക്കെ നെറ്റ്വർക്ക് കൺഫിഗറേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഹോസ്റ്റ് നെയിം നമുക്ക് കലി ഡിഫോൾട്ട് നെയിം തന്നെ കൊടുക്കാം. ഡൊമൈൻ നെയിം നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് ഞാനത് കലി തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പാസ്വേഡ് നമുക്ക് ജസ്റ്റ് ഞാനൊരു സിമ്പിൾ പാസ്വേഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്ക് പാർട്ടീഷൻ്റെ ഏരിയയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ എൻ്റെ ഡിസ്കാണ് യൂസ് ചെയ്യുക. കാരണം നമ്മളിത് എന്താണ് VMware യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത 60 നമ്മൾ എന്താണ് അസൈൻ ചെയ്ത 60 GB നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. കണ്ടിന്യൂ. ഓക്കെ, നമുക്കിത് റെക്കമെൻഡ് ഫോർ ന്യൂ യൂസ് ആൾ ഇൻ വൺ പാർട്ടീഷൻ ആണ് നമുക്ക് റെക്കമെൻഡ് ന്യൂ യൂസേഴ്സ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഹോം പാർട്ടീഷൻ വേറെ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ആൾ ഇൻ വൺ പാർട്ടീഷൻ തന്നെ നമുക്ക് മതി. കാരണം നമ്മൾ ജസ്റ്റ് ബിഗിനർ ലെവലാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. ഓക്കെ, ഓക്കെ, റെഡിയാണ്. നമ്മളെ സ്വാപ്പ് സ്പേസ് അതുപോലെ നമ്മളെ പ്രൈമറി സ്പേസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഫിനിഷ് പാർട്ടീഷൻ കൊടുക്കാം. നമുക്ക് സ്വാപ്പ് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്വാപ്പിന്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈസ് കൂട്ടി കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഡിഫോൾട്ട് ഇതിൽ തന്നെ നമ്മൾ പോവുകയാണ്. കണ്ടിന്യൂ. ഇനി ഇവിടെ എസ് കൊടുക്കുക. നമുക്ക് ഇതുപോലെ പാർട്ടീഷൻ ആർ ഗോയിങ് ടു ബി ഫോർമാറ്റഡ്. ഓക്കെ, സോറി, യെസ്. ഓക്കെ, അപ്പോൾ ഇത് സിസ്റ്റം ഇൻസ്റ്റാളിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്ക് കലി ലിനക്സ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളെ VMwareൽ നമുക്ക് കലി ലിനക്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇൻസ്റ്റാളേഷൻ തീർന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതവിടെ നമ്മളെ പാക്കേജ് മാനേജർ നെറ്റ്വർക്ക് മിറർ യൂസ് ചെയ്യണോ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നോ കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഏകദേശം നമ്മളെ ഇൻസ്റ്റാളേഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഗ്രബ് ബൂട്ട് ലോഡർ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബൂട്ട് ലോഡറും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഓക്കെ, യെസ്. ഇവിടെ നമുക്ക് എൻ്റെ ഡിവൈസ് മാനുവൽ എല്ലാം ഇവിടെ ഇതാണ് കൊടുക്കേണ്ടത്. നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു ലൊക്കേഷൻ അല്ല, ഡിവൈസ് നമുക്ക് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളവിടെ വിർച്വലായിട്ട് ചെയ്ത ഒരു ഡിവൈസ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഫിനിഷിംഗ് ഇൻസ്റ്റാളേഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മളെ കലി ലിനക്സ് നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഇനി കണ്ടിന്യൂ ടാപ്പ് ചെയ്യാം. ഇനി നമുക്ക് കലി നമ്മളെ VMwareൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ലൈവ് പാക്കേജ് ആണ്, ലൈവാണ്. ഞാൻ ISO ഫയലാണ് ലൈറ്റ് ISO ഫയലാണ് ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ടൂൾസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കുറേ ടൂൾസ് ഇതിൽ അവൈലബിൾ അല്ല. നമുക്ക് ഫുള്ള് നമ്മൾ വേറെ ആയിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു കണക്കിന് അതാണ് ബെറ്റർ. കാരണം നമുക്ക് ആവശ്യമുള്ള ടൂൾ മാത്രം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത്രയും പെർഫോമൻസ് കൂടും. വെറുതെ നമ്മൾ സ്റ്റോറേജ് യൂസ് ചെയ്യൂല. ലൈറ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റർ ആവും. നമുക്ക് ആവശ്യമില്ല, നമ്മൾ എന്തിനാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനാവശ്യമുള്ള ടൂൾസ് മാത്രം നമുക്ക് ഇതിൽ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കലി ഇപ്പോൾ ഇതാ ബൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് കലി ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്.
ഓക്കെ, നമുക്ക് നമ്മളെ റൂട്ട് ആവും. എല്ലാവർക്കും ഡിഫോൾട്ടായിട്ട് റൂട്ട് തന്നെ ആവും യൂസർ. നമ്മളെ പാസ്വേഡും കൊടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മളെ കലി ലിനക്സ് ഫുള്ളായിട്ട് VMware ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ലൈറ്റ് വെർഷൻ ആയതുകൊണ്ട് ടൂൾസ് ഒക്കെ കുറച്ച് കുറവാകും. വളരെ കുറച്ച് ടൂൾസേ ഉണ്ടാവുള്ളൂ. നമുക്ക് ആവശ്യമുള്ള നമുക്ക് വേറെ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇതിൽ. അത് കുറച്ചുകൂടി ലൈറ്റ് വെർഷൻ ആയതുകൊണ്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും VMware. അതുപോലെ വിർച്വൽ ബോക്സിലാണെങ്കിലും VMware ആണെങ്കിലും ഫാസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, ഇങ്ങനെ നമ്മൾ VMware കലി ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. കലി ലിനക്സ് നല്ല ഏതൊരു OS ഇതുപോലെ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യല്. അപ്പോൾ ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം കലി ലിനക്സ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സ്ഥിതിക്ക് ഇനി മുന്നോട്ട് കുറെ ഹാക്കിംഗ് വീഡിയോസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു ഹാക്കിംഗ് വീഡിയോ ചെയ്തിരുന്നു. ഇൻസ്റ്റാഗ്രാം ഹാക്കിന്റെ ഒരു പക്ക റിയൽ വർക്കിംഗ് മെത്തേഡ്, ജസ്റ്റ് ഒരു ലിങ്ക് വെച്ചിട്ട് എങ്ങനെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാന്നുള്ളതിന് ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അത് യൂട്യൂബ് ഹാംഫുൾ കണ്ടന്റ് എന്നും പറഞ്ഞുകൊണ്ട് യൂട്യൂബ് അത് ഒഴിവാക്കി, ആ വീഡിയോ ഒഴിവാക്കി. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള, ഞാൻ ചാനൽ തുടങ്ങി ആ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. പക്ഷെ യൂട്യൂബ് ആ വീഡിയോ ഒഴിവാക്കി. അപ്പോൾ ഇനി നമ്മളത് നൈസായിട്ട് വീണ്ടും ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.